ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ വൻ യുദ്ധഭീഷണി. ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ തുടർച്ചയായി മിസൈലുകൾ വർഷിക്കുന്നു. ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. യുദ്ധത്തിന് പൂർണ്ണമായും സന്നദ്ധരാകണമെന്ന നിർദ്ദേശം അമേരിക്കൻ സേനയ്ക്ക് വൈറ്റ് ഹൗസ് നൽകി. ഇതിനിടെ ഇറാനിലെ ഇന്ത്യക്കാരോട് മടങ്ങാൻ നിർദ്ദേശം നൽകിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. രാജ്യത്തേക്കുള്ള യാത്രയും ഇന്ത്യൻ എംബസി നിരോധിച്ചു. ഒപ്പം ഇറാനിലേക്കും ഇസ്രായേലിൻ്റെ വലിയ ആക്രമണമുണ്ടായി. ഇറാനിലെ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് കാര്യങ്ങൾ. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇടയ്ക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു, പാകിസ്ഥാനും മറ്റുമൊക്കെ ഇടപെട്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ വൃഥാവിലാവുകയാണ്. മനസ്സിലാക്കേണ്ടത്, ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം പോലും അവഗണിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം സമാധാനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമാധാന കരാർ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ വീണ്ടും നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത് ലെബനനെ ആക്രമിക്കരുത്, ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തരുത്, അത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇറാൻ കൊണ്ടുവന്നൊരു ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗങ്ങളിലേക്ക്, ആ പ്രവിശ്യകളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുക്കുകയും ചെയ്തു. അതെല്ലാം തന്നെ ലക്ഷ്യം കണ്ടു എന്ന അവകാശവാദം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. IRGCയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അവകാശവാദം വരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ അയൺ ഡോം കൊണ്ട് പ്രതിരോധിച്ചു എന്ന വാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയുടെ ഇക്കാര്യത്തിലെ ഇടപെടലും നിർണായകമാണ്. യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറിയിട്ടുള്ളത്. അതേസമയം അമേരിക്കൻ സേനാ വിഭാഗങ്ങളോട് സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശവും വൈറ്റ് ഹൗസ് നൽകിയിട്ടുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ്. എന്നാൽ അൽ ഉദൈദ് എന്ന സൈനിക കേന്ദ്രം, അമേരിക്കയുടെ സൈനിക താവളമാണ്, ഖത്തറിലെ ഏറ്റവും വലിയ വ്യോമ കേന്ദ്രമാണ്. അത് പൂർണ്ണമായി തകർത്തുകൊണ്ടുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇസ്രായേലിൽ നിന്നും ഇപ്പോൾ ഇറാനിലേക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ടെഹ്റാൻ ഉൾപ്പെടെ 3 നഗരങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അവിടെ വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം വീണ്ടും ഒരുങ്ങുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.